പ്രിയമുള്ളവരെ, ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്ന വിധം നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം, പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത്. അവനോൻ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം. അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദയവ് ചെയ്ത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എന്റെ സന്തോഷമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ ആ 3 വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ 3 വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ 3 വീട് എന്നുള്ളത് 4 വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും. കാരണം ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചെലവിൽ, നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതിന് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട, നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ 3 വീടുകൾ, ഞാൻ പറഞ്ഞ 3 വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഒരു വീട് കൂടി, അതായത് 3 എന്നുള്ളത് 4 ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചിലവിൽ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ വെറുതെ വ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക. എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. ഇനാഗുറേഷൻസും ചില അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്നൊരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഒരു നന്മയുടെ ഭാഗമായിട്ടാണ്. കാരണം ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ, എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ. കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവർക്കൊക്കെ ഇതുപോലൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ്. കുബേൽ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന കണക്ക് ചെളിയിൽ കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞുയർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം. ഇത് ഒന്ന് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുടഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യം എഴുതിയ റൈറ്റപ്സ് പോലും അങ്ങനെ ആയിരുന്നു. നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എന്റെ എല്ലാ നേട്ടങ്ങളും എന്ന് ഞാൻ എഴുതിയത് എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ആ ഓർമ്മപ്പെടുത്തലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായത്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടന് 1000 സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം എത്തിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ളവരെ, ഞാൻ ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജനങ്ങൾക്ക് സഹായം എന്നാൽ കഴിയാവുന്ന വിധം നേരിട്ടെത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും കൊടുക്കാം, പക്ഷേ അതൊരു പിടിച്ചുപറിക്കലോ ഭീഷണിപ്പെടുത്തലോ ആയി മാറരുത്. അവനോൻ സ്വമേധയാ ചെയ്യുന്ന ഒരാളെ സഹായിക്കുന്നത് അവനവന്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ചിന്തയാണ്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാം. അതേസമയം കൊടുക്കാൻ ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നേരിട്ട് സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കും അത് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ദയവ് ചെയ്ത് ഇടതുപക്ഷ അനുഭാവികളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് എന്റെ സന്തോഷമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദുബായിലെ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനിയുടെ മുതലാളിയായ നമ്മുടെ ബോസായ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, അഖിൽ പറഞ്ഞ ആ 3 വീടുകളും അദ്ദേഹം തന്നെ വെച്ച് നൽകാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഞാൻ ഒരിക്കലും പുറത്ത് ആരുടെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ മേടിക്കാൻ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഈ 3 വീടുകളും നേരിട്ട് വെച്ച് നൽകാൻ തയ്യാറായി എന്നുള്ളൊരു സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം
ഈ 3 വീട് എന്നുള്ളത് 4 വീടുകളാക്കി അപ്പോൾ എനിക്ക് ഉയർത്താൻ കഴിയും. കാരണം ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചെലവിൽ, നമ്മൾ ഇതിനകത്ത് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും സംഭാവന സ്വീകരിക്കാനോ ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട, നിങ്ങൾ നമുക്ക് തരാനോ പറയാനോ ഒരിക്കലും ഞാൻ ഇതുവരെ അത് പറഞ്ഞിട്ടുമില്ല. എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ 3 വീടുകൾ, ഞാൻ പറഞ്ഞ 3 വീടുകൾ മന്നത്ത് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അത് നൽകുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഒരു വീട് കൂടി, അതായത് 3 എന്നുള്ളത് 4 ആക്കിക്കൊണ്ട് ഒരു വീട് പൂർണ്ണമായും എന്റെ തന്നെ ചിലവിൽ എന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്കെടുത്തുകൊണ്ട് ഞാൻ വെച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ വെറുതെ വ്രണപ്പെട്ട് എന്നെ തെറിവിളിച്ചുകൊണ്ട് നടക്കാതെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ മുഖ്യമന്ത്രി വഴി ചെയ്താൽ അതാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അങ്ങ് ക്ലോസ് ചെയ്യാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു അധ്വാനം കൊണ്ട് മറ്റൊരാൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, വലിയ വലിയ മുതലാളിമാർ നൽകുന്ന ഫണ്ടുകൾ അവരുടെ ടാക്സ് സേവിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്കുള്ള ഒരു വ്യക്തിയല്ല ഞാനെന്ന് മനസ്സിലാക്കുക. എനിക്കൊരു സ്ഥിരവരുമാനമുള്ള ഒരു കാര്യങ്ങളും നിലവിലില്ല. ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. ഇനാഗുറേഷൻസും ചില അഡ്വർടൈസ്മെന്റുകളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഒരു നന്മയുടെ ഭാഗമായിട്ടാണ്. കാരണം ഞാൻ ഇത്രയേ ചിന്തിച്ചുള്ളൂ, എനിക്ക് ലഭിച്ച പൈസയുടെ ഒരു തുക നഷ്ടപ്പെട്ടവർ. കാരണം ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അവർക്കൊക്കെ ഇതുപോലൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ താമസിക്കുന്നതും ഒക്കെ തന്നെ ഈ പ്രകൃതി ഒന്ന് ഇടഞ്ഞാൽ നശിച്ചു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെയാണ്. കുബേൽ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന കണക്ക് ചെളിയിൽ കൊച്ചിയിലെ കമ്മട്ടിപ്പാടങ്ങളിൽ പണിഞ്ഞുയർത്തിയേക്കുന്ന ബഹുനില മന്ദിരങ്ങളിലൊക്കെ തന്നെയാണ് പലരുടെയും ജീവിതം. ഇത് ഒന്ന് പ്രകൃതിയുടെ അല്ലെങ്കിൽ ഭൂമി ഒന്ന് കുടഞ്ഞാൽ അവസാനിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യം എഴുതിയ റൈറ്റപ്സ് പോലും അങ്ങനെ ആയിരുന്നു. നിന്റെ കണ്ണീരിൽ തീരുന്നതാണ് എന്റെ എല്ലാ നേട്ടങ്ങളും എന്ന് ഞാൻ എഴുതിയത് എന്നോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. ആ ഓർമ്മപ്പെടുത്തലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായത്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെ പ്രിയപ്പെട്ട ഉണ്ണിച്ചേട്ടന് 1000 സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം എത്തിക്കുന്നു. താങ്ക് യു.